ഹലോ ടോയിനോ, ഈ ശബ്ദം മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. ടോയിനോ മനസ്സിലായില്ല? അയ്യോ മാഷ് ടോയിനോ അബോധാവസ്ഥ അയക്കുന്ന അവസ്ഥ, അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിലും അപ്പൊ അതൊരു നല്ല കാര്യങ്ങളാ, അത് ഇവിടെ വെറുതെ പറയണ്ടല്ലോ. ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ തട്ടിപ്പോകുന്നു. കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. തലയടിച്ച് വീണിട്ട് ബോധം പോകുന്ന എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ശരി, അപ്പൊ ഞാൻ ബോധം വരുമ്പോ എന്തായി, കളി എന്തായി, ജയിച്ചാ തോറ്റു, ഓക്കെ. അടുത്ത ഞാൻ പറയണ 16 വയസ്സുള്ള മര്യാദക്കൊന്നും പ്രേമിച്ചിട്ട് പോലും 1.5 വർഷം മുന്നേ വീണ്ടും ഒരു മേജർ ഇഷ്യൂ വീണ്ടും വന്നു. ലൈക്ക് നമ്മൾ എല്ലാം കൂടി ലൈക്ക് വലിയൊരു പൈസ കൊണ്ട് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അത് സ്റ്റക്കായി. ലൈക്ക് അതിലുണ്ടായിരുന്നൊരു പാർട്ട്ണർ ഫിനാൻഷ്യൽ എയിം കൊണ്ട് പറ്റിച്ചു. കല്യാണം വരെ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു 6 വർഷമായി, 5 വർഷം വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആളെ എന്നെ നോക്കി, നല്ല രീതിയിൽ നോക്കി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ നല്ലോണം നോക്കാത്തത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ ചാൻസ് കുറവാണ്. ഹായ് എവ്രി വൺ. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നേരത്തെ ടോവിനോ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്. അയ്യോ, അല്ല അങ്ങനെയല്ല. കാര്യം എന്ന് പറയുന്നത് ഫിലിമിന് ഒരു ആർട്ട് എന്നതിനേക്കാൾ ഉപരി എപ്പോഴെങ്കിലും ഒരു മണി പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടുണ്ടോ? ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മളോട് വർക്ക് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അത് ഭയങ്കര കലക്കം പരിപാടിയായിട്ടോ നീ ചെയ്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് സ്വസ്ഥമായി ഉറങ്ങാം. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണത്. ആ സാറ്റിസ്ഫാക്ഷൻ്റെ അത്രയും വരില്ല പൈസ അല്ല വേണമെന്നുണ്ടാവും. ഇതുവരെ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ പൈസയുടെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു സിനിമ പോലും ഞാൻ പറഞ്ഞ പൈസ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാതിരിക്കുകയോ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ 4th എന്താ പഠിക്കുമ്പോൾ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു തല്ലുപൊളി കവിത. നിങ്ങൾ ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? 110% റീഫണ്ടോട് കൂടി കേരളത്തിലെ നമ്പർ 1 അക്കാഡമിയായ ട്രെയിൻ മാറ്റ് അക്കാഡമിയോടൊപ്പം വിശ്വാസ്യതയോട് കൂടി ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് പഠിക്കാം. ഹലോ ടോയിനോ, ഈ ശബ്ദം മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയാം. ടോയിനോ മനസ്സിലായില്ല? സത്യമായിട്ടും മനസ്സിലായില്ല. മനസ്സിലാവാതിരിക്കാൻ വഴിയില്ല. അയ്യോ മാഷ് എന്നെ പഠിപ്പിച്ച ഭാഷ ഞങ്ങൾ PT ഭാഷയാണ്. അയ്യോ ഭാഷകളുണ്ട്. ദൈവമേ, കേട്ടാലാവും മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. മാഷ് ഞാൻ ഹാൻഡ് ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാഷ് അതില് ഞങ്ങളുടെ PT മാഷായിരുന്നു. ഞങ്ങളെ എല്ലായിടത്തും ടൂർണമെന്റിനൊക്കെ കൊണ്ടുപോയി. അതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങള് സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഷ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു. ഇപ്പോഴും അതെ, ഫ്രണ്ടിനെ പോലെ പെരുമാറുന്ന ഒരാളാണ്. സാർ പറയൂ. വളരെ അഭിമാനവും വളരെ സന്തോഷം തോന്നുന്നു ഒരു മഹാനായ നടന്റെ അധ്യാപകനാകാൻ കഴിഞ്ഞതിൽ. ഇനിയും കൂടുതൽ നല്ല സിനിമകൾ കിട്ടാനും പ്രത്യേകിച്ച് ഈ നടികൾ എന്ന സിനിമ വൻ വിജയമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. താങ്ക് യു. ഇത് വർക്ക് ചെയ്ത ബാക്കി എല്ലാവർക്കും ഇത് ആശംസകൾ തന്നെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സിനിമകളൊക്കെ കാണാറുണ്ട്, ടോവിനോയുടെ പ്രത്യേകിച്ചും സിനിമകൾ കാണാറുണ്ട്. ഓരോ സിനിമകൾ കഴിയുമ്പോഴും കൂടുതൽ നല്ല അഭിനയ മികവിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ടോവിനോനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്കിലും ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു LKG മുതൽ ടോവിനോ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ഇരിഞ്ഞാലക്കുട. അപ്പോൾ മുതലറിയാം. 2004 തോന്നുന്നു പാസ് ഔട്ട് വന്നു 10th. അപ്പോൾ കളികളിലൊക്കെ താല്പര്യമായിരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും ജിം വർക്കൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടോവിനോ. ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ പ്രത്യേകിച്ച് ശരീരത്തെ വളരെയധികം നോക്കുന്നൊരു കായിക താരമായിരുന്നു. ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചിരുന്നു. ട്രാപ്പൊന്നും പറയാൻ പറ്റില്ല, നമുക്കറിയാലോ. ഒരു ഹാൻഡ്ബോൾ സോണൽ മത്സരങ്ങൾ അത് മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ്.
ഹാൻഡ്ബോൾ സോണൽ മത്സരങ്ങൾ നടക്കുകയാണ് സ്കൂൾസിൻ്റെ. അപ്പോൾ മത്സരത്തിനിടയ്ക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചു. ടൊവിനോ വീണ്, ഓർക്കുന്നെന്ന് വിചാരിക്കുന്നത്, വീണു. നെക്കിനാണ് ഇഞ്ചുറി വന്നത്. അൺകോൺഷ്യസ് ആയി പെട്ടെന്ന്. ഞങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടൊവിനോ അബോധാവസ്ഥ ആയിരിക്കുന്ന അവസ്ഥ. അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിലും. അപ്പം അതൊരു നമ്മളത് പെട്ടെന്ന് ഭയന്നു പോയ സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് പിന്നെയും കളിക്കാൻ വന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ടൊവിനോയുടെ ഫാദർ അഡ്വക്കേറ്റ് ഇ ടി തോമസ് അവിടെ വരികയുണ്ടായിരുന്നു. അതൊക്കെ മറക്കാത്ത സംഭവം. അല്ല, അന്നും പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. അതായത് ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ തട്ടിപ്പോകുന്നു. കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. തലയടിച്ച് വീണിട്ട് ബോധം പോകുന്ന എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ശരി, അപ്പൊ ഞാൻ ബോധം വരുമ്പോൾ എന്തായി, കളി എന്തായി, ജയിച്ചാ, തോറ്റു, ഓക്കെ. അടുത്ത ഞാൻ പറയണത് 16 വയസ്സുള്ള മര്യാദക്കൊന്നും പ്രേമിച്ചിട്ട് പോലും അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത്രയും. സാറ് പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു ടൈമിൽ ജിമ്മിൽ പോയില്ലെന്നോ? അങ്ങനെ ആദ്യം പിന്നെ തുടക്കത്തിൽ പോയിക്കൊണ്ട് സംബന്ധിച്ച് ചെറിയ കുട്ടിയാണല്ലോ. 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളത് കാര്യക്കാറില്ല. പോകും ചെയ്യും. പിന്നെ അങ്ങനെ കുറച്ച് ചെറുതായിട്ട് മോഡലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട്. അതെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്കും സാറ് ഒരു വെരി ഓൾ ദി ബെസ്റ്റും കൂടെ തരികയാണ്. തീർച്ചയായിട്ടും ഒരു വൻ വിജയമാട്ടെ. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ട്, അഭിനയിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. ഹായ് ഭാവന. ഹായ്. How are you? Hi, good. How are you? I'm good. Hi Divya. Hi Chandu. Hi Balu. ടൊവിനോ ചേട്ടനോടാണ് ചോദ്യം. മാന്യതയാണ്. ബാക്കി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു എന്നോട് ഹായ് പറയൂലേ. അങ്ങനെയല്ല. ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കഥ കേൾക്കുമ്പോൾ, ഒരു സിനിമ ചെയ്യാനുള്ള ഒരു കഥ കേൾക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കും? ലൈക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കും ഫോർ യു ആസ് എ പേഴ്സൺ ആൻഡ് നമ്മുടെ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ ഡേവിഡ് പടിക്കൽ. സോ ഈ പുള്ളിക്കാരൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടിരുന്നത് എന്നൊക്കെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അതിൻ്റെ ആശയമാണ്. കഥ ആവണമെന്നില്ല, ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും മതി. എന്ത് ആശയത്തിൻ്റെ പുറത്താണ് ആ സിനിമ മേക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, അതിൻ്റെ മറ്റ് ടെക്നീഷ്യൻസ് എന്നൊക്കെ. ഇവരെല്ലാവരും ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും ഒരു പുതിയ ആളാണെങ്കിൽ കൂടി അവർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് സംസാരിക്കുമ്പോൾ നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ ഒരു സിനിമയുടെ കഥയുമായിട്ട് വരുന്ന ആളുടെ അടുത്ത് കഥ കൊള്ളാം, പക്ഷെ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കുക എന്നിട്ട് ഞാൻ ഡേറ്റ് തരാം എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ആ ചാൻസ് എടുത്തേ പറ്റും. നമുക്കൊരാളോട് ട്രസ്റ്റ് തോന്നിയാൽ, നമുക്ക് ആ കഥ ഇഷ്ടപ്പെട്ട് ഇവരിൽ ഒരു വിശ്വാസം തോന്നിയാൽ തീർച്ചയായിട്ടും അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരു സിനിമ ചുരുങ്ങിയ പക്ഷം ഞാനെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയല്ലേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ ആർട്ടിനോട് നീതി പുലർത്തണം. ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. അപ്പോൾ അതിനോടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ടാവും. അതെ, അതും വേണം. പിന്നെ ഇതൊരു മണി ഇൻവോൾവ് ആണ്, അതുകൊണ്ട് ഒരു ബിസിനസ്സുമാണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ആ ഒരു മിനിമം നഷ്ടം വരാതെയെങ്കിലും ഇരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഒരു സിനിമയുടെ മുമ്പ് ചിന്തിക്കുക. കേട്ടില്ല. ഡേവിഡ് പടിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ അയാളുടെ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അയാൾക്കൊരു സിനിമ, ഒരു പാഷനേറ്റ് ആയിട്ടൊരു സിനിമ, അതിൻ്റെ കഥ, അതിൻ്റെ നിന്നൊക്കെ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു അയാൾ പ്രൊജക്റ്റുകളിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഇതിനൊരു സിനിമയായിട്ട് കാണുന്നതിനേക്കാൾ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഡേവിഡ് പടിക്കൽ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്ര പൈസ കിട്ടും, ഇത്ര കളക്ട് ചെയ്യും, അങ്ങനെ കൂടുതലും എന്താ പറയുക മണി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ചിന്തിക്കും. ഫെയിമിന് വേണ്ടിയിട്ട്, അപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം ചെയ്ത് നോക്കാം. ഇന്ന ഒരാൾ ഒരു ഹിറ്റ് പടം കൊടുത്തു, അപ്പോൾ അയാളുടെ കൂടെ ഒരു പടം ചെയ്തേക്കാം, കഥയൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ എന്തിലാണോ ശരിക്കും
ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് സിനിമ അഭിനയം, അയാൾ ചെയ്യാൻ പോകുന്ന സിനിമയിലെ കഥാപാത്രം, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട ഒരു നടൻ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും പുള്ളി ഫോക്കസ്ഡ് ആണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. കൂൾ. എനിക്കുള്ള കൈയുടെ സോറി. അസാറോ ക്രോം യൂസ് ചെയ്തിട്ടുണ്ടോ? അസാറോ ക്രോം പെർഫ്യൂം ആണ്. അസാറോന്റെ ക്രോം അല്ല, അസാറോന്റെ പെർഫ്യൂം ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കൂൾ. എല്ലാവർക്കും ചോദിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അടുത്ത ചോദ്യമാണോ? എനിക്ക് ഓക്കെ ബാലു, ഇത് വേറെ കാര്യം ചോട്ടെ. അതായത് ഈ ഒരു മൂവിയിൽ നടികറിൻ്റെ ടീം വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് കുറച്ച് കണക്ഷൻ ഇപ്പോൾ ഹണീബി എടുത്ത് നോക്കുവാണെങ്കിലും ഈ ഒരു ക്രൂ, ഇപ്പം ജീന ആണെങ്കിലും ഭാവനയാണെങ്കിലും ബാലു ആണെങ്കിലും ലാൽ സാറിനെ നമ്മൾ മിസ് ചെയ്യുന്നു, ഇപ്പം തീർച്ചയായിട്ടും സുരേഷ് ചേട്ടൻ. അപ്പോൾ ആ ഒരു ടീം ആക്ച്വലി പെട്ടെന്ന് ഈ മൂവി വെച്ച് നോക്കുമ്പോൾ ഹണീബിയിൽ ഏറ്റവും കൂടുതൽ, കാരണം ആ ടൈമിൽ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി അല്ലെ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് അഹെഡ് വെച്ചൊരു മൂവിയും തീർച്ചയായിട്ടും പറയാം, ഒരു ജെൻ സ്റ്റെപ്പ് അഹെഡ്. അതിൽ ഏറ്റവും വലിയൊരു ഓർമ്മ ഇപ്പോൾ പറയാനാണെങ്കിൽ എന്തായിരിക്കും? ഇത് വൺ തിങ് യു വിൽ നോട്ട് ഫോർഗെറ്റ്. അണിബില് ഒന്നുമില്ല. അണിബില് ഭാവനേശിന്റെ കമന്റ് അടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇടിയുണ്ടാക്കാൻ പോയ കേസായിരിക്കുള്ളൂ. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുമ്പോ അവിടെ നിങ്ങൾക്കോ അവർക്കോ മൊത്തത്തിൽ അല്ല, ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കൂടെ അഭിനയിക്കുന്ന, ഞങ്ങളുടെ പെങ്ങളെ പോലെ കാണുന്ന ഞങ്ങളുടെ കൂടെയുള്ള ആളാണ്. അപ്പോ അവിടെ ഭാവനേശിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായി, അനീതിക്കെതിരെ. ഉറപ്പായിട്ടും അല്ല, അത് തീർച്ചയായിട്ടും. അതായത് നമ്മൾ തിരിച്ചൊന്നും പറയില്ല എന്നുള്ള കാരണം കൊണ്ട് ഒന്നും ചെയ്യില്ല എന്നുള്ളത്, അങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടുന്നു. അത് കഷ്ടമല്ല. അപ്പൊ ആരെങ്കിലും പ്രതികരിക്കണ്ടേ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ തന്നെ കംബാക്ക് ചെയ്ത, കുറച്ച് സ്ട്രഗിൾ ചെയ്ത് റീച്ച് ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് 4 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൈയടിക്കാം. ഫസ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് മുഹമ്മദ് അനസ് ആൻഡ് വൈഫിനെയാണ്. അപ്പോൾ ഇവരുടെ ഒരു കാര്യം പറയുന്നതാണെങ്കിൽ, ഇവരുടെ മാരേജ് അറേഞ്ച് മാരേജ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞിരുന്നു ബെഡ്രിഡനാണ്, ഇനി അതിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ഇവരുടെ ഫ്രണ്ട്സും ഇവരുടെ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ആ ഒരു ഫൈറ്റ് ബാക്ക് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇവരുടെ സ്റ്റോറി നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം. സോ ഐ വെൽക്കം both of you onto the stage. പക്ഷെ അവരുടേതായ ഒരു സെൽഫ് മോട്ടിവേഷനും ഒരു തിരിച്ച് ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു അതിൽ കൂടുതൽ കുറച്ചുകൂടെ എങ്ങനെ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ കൊണ്ട് വ്യക്തമാണ്. അതിൽ നിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം, സംസാരിക്കാം. ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കല്യാണം വരെ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു 6 വർഷമായി, 5 വർഷം വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആളെ എന്നെ നോക്കി, നല്ല രീതിയിൽ നോക്കി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ നല്ലോണം നോക്കാൻ തുടങ്ങി. ഒരു വീഴ്ചയിൽ നിന്ന് പുള്ളിക്കാരിക്ക് നട്ടലിന് പൊട്ടലും സ്പൈൻ ഇഞ്ചുറി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ചാൻസ് ഇല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കിട്ടില്ലെന്ന് പറഞ്ഞു. ആള് പേരൊക്കെ വയ്ക്കാൻ കഴിയില്ല. അളിയൻ ബ്രദറിൻ്റെ പിള്ളേർക്ക് പേരൊക്കെ വയ്ക്കാൻ കഴിയില്ല. മരത്തിന്റെ മേളിലല്ല, ടെറസിന്റെ മേളിൽ. അപ്പോൾ അങ്ങനെ പേരൊക്കെ വയ്ക്കാൻ കഴിയും, വീണും. എല്ലാവരും വിചാരിച്ചു ഇവർക്ക് പേരൊക്കെ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വരയ്ക്കാൻ കഴിയുന്നു. ഒരു 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും സർജറി കഴിഞ്ഞ് മറ്റവരെല്ലാവരും പേരൊക്കെയല്ല വന്നത്. ഞാൻ പറഞ്ഞു പേരൊക്കെ അവർക്ക് വേണ്ടിയിട്ടല്ല എന്ന രീതിയിൽ അങ്ങനെ പോയി. കുഴപ്പമില്ല. സർജറി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ചാൻസ് കുറവാണ്. കിൻഡർ ഹോസ്പിറ്റലിലെ സെക്രട്ടറി ഡോക്ടറുണ്ട്. പുള്ളി അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണെങ്കിലും എനിക്ക് ടെൻഷനായിട്ട് പുള്ളി ഞാൻ ഡയറക്റ്റ് വിളിച്ച് ഒന്ന് വന്ന് നോക്കി സാറേ പറഞ്ഞു. സാറേ എനിക്ക് എന്താ മേലെന്ന്
കളമശ്ശേരി വരെ വരാൻ 15 മിനിറ്റേ ഉള്ളൂ. ഇവിടെ വീട് നല്ലപ്പോൾ ഞാൻ 3/4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കാരണം സാധാരണ വീഴ്ചയാണെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. വീഴ്ചയിൽ അടിയും പറഞ്ഞത് അവിടെ വീണു ചികിത്സാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനൊരു 3/4 മണിക്കൂർ എടുത്ത് ഇവിടെ കേന്ദ്ര ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ വിളിച്ചു. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഇത് കൊണ്ട് പുള്ളി തിരിച്ചു വന്നു. സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ചാൻസ് ഇല്ല, എക്സ്ട്രാ ഒരു പീസ് അവിടെ വെക്കാനുണ്ട്. എന്നുവെച്ചാൽ സ്പൈൻ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് എല്ലാ ഞരമ്പും ചതുങ്ങുകയായിരുന്നു. ശരിക്കും ലെവല് തെറ്റായിരുന്നെങ്കിൽ അത് കട്ടായി പോയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ ചാൻസ് കുറവാണ്. കട്ടായി ചതഞ്ഞു പോയി. സർജറി ചെയ്തു. എല്ലാവർക്കും സപ്പോർട്ടായിട്ട് വീട്ടുകാരുണ്ട്, കുറച്ച് ഫ്രണ്ട്സുണ്ട്. അവര് ഹസ്ബൻഡോ ഫ്രണ്ട്സ് എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഡിസബിൾഡ് ആണെന്നുള്ള ഒരു മൈൻഡ് അവർ വെക്കാറില്ല. അവള് വന്നോളും, അവള് ചെയ്തോളും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ട്, ചേട്ടൻ യൂണി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഹോളി പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ ലെമണിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാണ്ട് പേടിയായിരുന്നു, കാരണം DJ ഇതൊക്കെ ഉള്ള കാരണം ക്രൗഡിൻ്റെ ഇടയിൽ കൊണ്ടുപോകാം. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവിടെ പോയി ഇതുപോലെ കുറെ പേര് കാണാനും പറ്റി. ശരിക്കും അവര് ഒരു കുറച്ച് ചേട്ടന്മാരുണ്ട്, പേരെടുത്ത് തന്നെ പറയണം. കാരണം അത്രയും ഇപ്പൊ എനിക്ക് മറ്റേ പെയിൻ വരുന്ന സമയത്തൊക്കെ നൈറ്റ് ഉറക്കം കിട്ടില്ല, തീരെ ഉറങ്ങില്ല. ആ സമയത്തൊക്കെ ഇവര് ഉറക്കം വെച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കഥയും പറഞ്ഞ് ജോയലേട്ടനുണ്ട്, മരിച്ചേട്ടൻ, അലക്സേട്ടൻ, മോനായി മോനേന്ന് പറയാൻ പറ്റുന്ന. പിന്നെ 1-2 ഫാമിലി ഉണ്ട്, അജീഷ് സുമേഷ്, അങ്ങനെ കുറെ ഇക്കാടെ ഫ്രണ്ട്സ് ആണ് എൻ്റെ ലോകം എന്ന് പറയാം. ഇപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ? ഫീഡ്ബാക്ക് ചെയ്ത് ആ ഒരു സപ്പോർട്ടും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങൾ ഒരു വലിയ കൈ തരാൻ പോകും. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത് സാറിന്റെ വീട്ടിലെടുത്താണ്. അപ്പോൾ ഒരു വട്ടം ഞങ്ങൾ ഫസ്റ്റ് കോൾ ചെയ്യണം. പുള്ളി ദുബായിൽ പറഞ്ഞു എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ അറിയാം, അവിടെ ഉണ്ടോ, ഇന്നോൻ്റെ വീട് അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണാൻ പറ്റും. അത് നമ്മളെ തമാശ കളിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. സ്പോട്ടിൽ ഞാൻ ഇവിടെ വണ്ടി എടുത്ത് പോയി. രാത്രിയാണ്, കാണാൻ പറ്റുന്നത് എന്തായാലും അറിയാം. അവിടെ നാട്ടുകാരാണ് പറയുന്നത് ഇടയ്ക്ക് ഇങ്ങനെ നടക്കും, അപ്പോൾ കാണാനൊക്കെ പറഞ്ഞു. അറിയില്ല. രാത്രി സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണേ, വണ്ടി പാർക്ക് ചെയ്തിട്ട് സാറിപ്പോൾ ഇറങ്ങും. ഒരു കഥ പറയുമ്പോൾ നമുക്കറിയില്ല. അവർ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, സാർ എപ്പോൾ ഇറങ്ങും. അന്ന് മുതലേ സാറിനെ കാണാൻ കുറച്ച് നാളായി. അത് ഈ വീഴുന്നതിന് മുമ്പാണ്. ഇപ്പൊ 1.5 വർഷമായി വീണിട്ട്. അന്ന് മുതലേ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അറിയില്ല. ഇപ്പൊ ഹാപ്പി ആയല്ലോ. താങ്ക് യു സോ മച്ച്. Thank you so much. വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടോ? ഹായ്, ഇത് നേരത്തെ ആ ചോദ്യം പുള്ളി ലാസ്റ്റ് ചോദിക്കണം കേട്ടോ, എന്തായാലും മറക്കരുത്. ഓക്കെ, ശരി ശരി ശരി. ഹായ് എവ്രി വൺ. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നേരത്തെ ടോവിനോ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്. അല്ല, അങ്ങനെയല്ല. കാര്യം എന്ന് പറയുന്നത് ഫിലിമിന് ഒരു ആർട്ട് എന്നതിനേക്കാൾ ഉപരി എപ്പോഴെങ്കിലും ഒരു മണി പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആക്ടേഴ്സ് എല്ലാവരോടും കൂടിയാണ് കേട്ടോ ക്വസ്റ്റ്യൻ, എല്ലാവരുടെ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. എപ്പോഴെങ്കിലും ആ ഒരു ആംഗിളിൽ ഫിലിമിനെ നോക്കി കണ്ടിട്ടുണ്ടോ? കാരണം നമ്മുടെ ഇപ്പോൾ മലയാള സിനിമ 100 crore ക്ലബ്ബ് അല്ലെങ്കിൽ 50 crore അങ്ങനെ കേൾക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര വലിയ ബിസിനസ് ആണ്. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? അതിലൊക്കെ ഉള്ളൊരു നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊണ്ടായിരുന്നു. പൈസ ഒന്നും കിട്ടാത്തോണ്ടാണ്.
കിട്ടുന്നത് വാങ്ങിയിട്ട് പോകാന്നുള്ളൂ. എന്തായാലും വേണ്ട, ഞങ്ങളുടെ പ്രൊഡ്യൂസറല്ലേ. I would say that ഇത് നമ്മൾ പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ there is a financial aspect to it, because but you can't name, like when you're starting out, so I always say anyone who is starting out should always have some sort of a financial backup. You can't always put a price on your your craft. Concentrate on your craft and find other source of income, and that is my മൂവിയിൽ വരുന്ന ഓരോരുത്തരും കുറേ പൈസ ഉണ്ടാക്കാം എന്ന് കരുതി വരുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുള്ളൊരു പാഷൻ കൊണ്ട് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സിനിമാറ്റോഗ്രാഫിയാണ് പാഷൻ. അങ്ങനെ ഓരോ പാഷൻ കൊണ്ടാണ് സിനിമയിൽ ഓരോരുത്തരും എത്തുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈസി അല്ല. കാരണം നമ്മളിപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർസ് അല്ലെങ്കിൽ എന്ന് പറയാവുന്ന ചിലപ്പോൾ നമ്മളൊരു 10 പേരെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് താഴെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, ഒരുപക്ഷെ ഹീറോ ആയിട്ട് വന്ന് പിന്നെ ഹീറോ ആവാൻ പറ്റാതെ സൈഡ് റോൾസിലേക്ക് ഒതുങ്ങിപ്പോയ, അല്ലെങ്കിൽ ഇപ്പോഴും പിന്നെ മൂവീസ് എനിക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ സക്സസ് ആയിട്ടുള്ള ഒരു 10 20 പേരെ മാത്രം കാണുമ്പോൾ സിനിമ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ, അവർ കാറ് വാങ്ങിച്ചു അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30,000 1 ലക്ഷം പേര് താഴെ സ്ട്രഗിൾ ചെയ്ത് എന്നെങ്കിലും എനിക്കൊരു ബ്രേക്ക് കിട്ടും എന്നുള്ളൊരു ഇതിൽ എന്നാൽ സിനിമ ഇട്ട് പോകാനുള്ള ഒരു മനസ്സും ഇല്ല. ചിലപ്പോൾ നാളെ എനിക്ക് നല്ലത് വരും, അല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സോ സിനിമ ഈ കാണുന്ന ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ മാത്രമല്ല, ശരിക്കും നമുക്ക് ഫിനാൻഷ്യലി ഒരു ഇത് എന്തായാലും വേണം. കാരണം കുറേ നാളുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഫാമിലിക്ക് വേണ്ടി ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ ചെറിയ ഒരു വയസ്സ് തൊട്ടിട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ വേറെ ഒന്നും അറിയില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാനും അറിയില്ല. അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നും ഓക്കെ ഞാൻ ചെയ്യില്ല, ഞാൻ അത് ചെയ്തു. പക്ഷേ അതൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. മണി അല്ല നമ്മളുടെ പ്രൈമറി പരിപാടി സിനിമയിൽ. അത് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്ക് അതിന് നല്ല അഭിപ്രായം കിട്ടുമ്പോൾ, നമ്മൾ പെർഫോമൻസിന് നല്ല അഭിപ്രായം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീൻ നമ്മൾ ചെയ്തിട്ട് അന്ന് ആ സീൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മളോട് വർക്ക് ചെയ്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എടാ അത് ഭയങ്കര കലക്കൻ പരിപാടിയായിട്ടോ നീ ചെയ്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് സ്വസ്ഥമായി ഉറങ്ങാം. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണത്. ആ സാറ്റിസ്ഫാക്ഷൻ്റെ അത്രയും വരില്ല പൈസ. കാര്യം എന്താ വെച്ചാൽ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ള സമയത്തും നമ്മളുടെ സിനിമ വിജയിച്ചില്ല അല്ലെങ്കിൽ പെർഫോമൻസ് നന്നായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാൽ അങ്ങനെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പൈസ ഒരാൾ കൊണ്ടു തരുമ്പോൾ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനും പറ്റിയിട്ടില്ല. പൈസ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്, എനിക്ക് പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൈസ എൻ്റെ ഒരു പ്രധാന മാനദണ്ഡമല്ല, ഉറപ്പായിട്ടും പ്രൈമറിയും അല്ല, ഒരു സെക്കൻഡറി ആവാം. പൈസ വേണം, കാര്യം പ്രൊഡ്യൂസറൊക്കെ കൂടി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി ബാക്കി പൈസ തരില്ല എന്നൊക്കെ പറഞ്ഞോളൂ. തമാശക്ക് അല്ല, ശരിക്കും പൈസയല്ല മാനദണ്ഡം. ഇതുവരെ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ പൈസയുടെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു സിനിമ പോലും ഞാൻ പറഞ്ഞ പൈസ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാതിരിക്കുകയും പൈസ മേടിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. പിന്നെ പൈസ കിട്ടാതെ ആവുന്ന സമയത്ത് പ്രൊഡക്ഷൻ പാർട്ണർ ആയിട്ടുള്ള സിനിമകളുണ്ട്. അത് പൈസ കിട്ടാതാവുന്നല്ല, ഞാൻ തന്നെ പറയും അതിൻ്റെ ഒരു റിസ്ക് ഉള്ളൊരു സിനിമയാണത്. പക്ഷെ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആ റിസ്ക് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പല സിനിമകളിലും കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്. നിങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സ്വിസ് ഇൻഫ്ര വെഞ്ചർ. So I'm calling Abhishek, please. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അറിയാം. എന്നാലും ഓക്കെ, ഫസ്റ്റ് ഹലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഫോർ ദ വണ്ടർഫുൾ മൂവി. താങ്ക് യു. എന്തായിരുന്നു ആക്ച്വലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു സ്റ്റോറി എന്തായിരുന്നു? ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ 17th ഏജിലാണ്, +2 ടൈമിലാണ്. അപ്പോൾ ഒരു ഹ്യൂജ് ലോസ്. ആ ടൈമിൽ നമ്മൾ എന്താ പറയുക, ഒരു 11 lakh rupees-ൻ്റെ ഒരു ലോസ് വന്നു. പിന്നെ വീട്ടുകാരൊക്കെ കൂടി ബിസിനസ് വേണ്ട എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ബിസിനസ്സായിട്ട് വന്നു. പിന്നെ ഒരു 20th ഏജിലൊരു 20 കോടി രൂപ ടേൺ ഓവർ ചെയ്തു. പിന്നെ ലൈക്ക് കോവിഡ് ആയിരുന്നു ആ ടൈം. ലക്കിലി ഫോർ മീ, ലൈക്ക് ഐ വാസ് ഇൻ ടു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. സോ ഗ്ലവ്സിൻ്റെ ഇൻഡസ്ട്രിയിൽ.
അതിൻ്റെ എക്സ്പോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് എഗെയിൻ വീണ്ടും അവിടുന്ന് ഒരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹ്യൂജ് എന്താ പറയുക ഇഷ്യൂ ഉണ്ടായി. ലൈക്ക് നമ്മുടെ കുറച്ച് കൺസൈൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഇഷ്യൂസ് വന്നു, ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. പിന്നെ വി ഹാവ് ടു ഷട്ട് ഡൗൺ ദ കമ്പനി. ഇതെല്ലാം ലീഗലായിരുന്നു. പിന്നെ വി ടുക്ക് 2 മാസം കൊണ്ട് വി പ്രൂവ് ദാറ്റ് വി ആർ റൈറ്റ് ആൻഡ് പിന്നെ വീണ്ടും വി കം അപ്പ് ബാക്ക് ഫ്രം ദ സീറോ. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്. ലൈക്ക് ഓൺലി ഫാമിലി ആൻഡ് വെരി ക്ലോസ് ഫ്രണ്ട്സ് വിൽ ബി ദേ വിത്ത് അസ്, വെയർ ലൈക്ക് ബാക്കിയുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ മൈനിങ് ഇൻഡസ്ട്രി, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട്സും കാര്യങ്ങളായിട്ട്. സോ ഡൂയിങ് ഗുഡ് നൗ. ഇപ്പം നന്നായി പോകുന്നു. ഇപ്പോൾ നന്നായി പോകുന്നു. ഇപ്പോഴും ലൈക്ക് ഒരു 1.5 വർഷം മുന്നേ വീണ്ടും ഒരു മേജർ ഇഷ്യൂ വീണ്ടും വന്നു. ലൈക്ക് നമ്മൾ എല്ലാം കൂടി ലൈക്ക് വലിയൊരു പൈസ കൊണ്ട് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അത് സ്റ്റക്കായി. ലൈക്ക് അതിലുണ്ടായിരുന്നൊരു പാർട്ട്ണർ ഫിനാൻഷ്യൽ എയിം കൊണ്ട് പറ്റിച്ചു. അതാക്കി. അപ്പോൾ സ്റ്റിൽ നമ്മളത് സെറ്റ് ചെയ്തു. ലൈക്ക് ബിക്കോസ് ഓഫ് മൈ ടീം, ഐ ഹാഡ് എ ഗുഡ് ടീം. ഐ ഹാവ് എ ഗുഡ് ടീം റൈറ്റ് നൗ. We are around 115 employees in my company and everyone is doing good. ഇപ്പോൾ കറൻ്റ്ലി 3 സ്ട്രീംസാണ് ഉള്ളത്. ലൈക്ക് ഗ്ലൗസിൻ്റെ എക്സ്പോർട്ട് ഉണ്ട്, പിന്നെ മൈനിങ് ഉണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ പ്രൊക്യൂർമെൻറ്റ്. ഹാപ്പി. പുതിയ പ്രൊജക്ട്സ് നോക്കുന്നു. കുറച്ച് പ്ലാൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 5 പ്രോജക്ട്സ് ഇപ്പോൾ പൈപ്പ് ലൈനിൽ ആയിട്ട് വരുന്നു. We closed a turnover of around 200 crore in this financial year. ഫോക്കസിങ്. ഫ്യൂച്ചർ പ്ലാൻസും ഉണ്ട് അല്ലേ? ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. ലൈക്ക് പല ആൾക്കാർക്കും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ലൈക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ കോണ്ടാക്ട്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഐഡിയാസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കൂടി ക്ലബ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പ് വി ആർ ക്രിയേറ്റിംഗ് ഫോർ ദ യങ് എന്റർപ്രനേഴ്സ്. താങ്ക് യു. ഞാൻ ഫിലിം സ്കൂളിൽ നിന്നാണ് വരുന്നത്. ശരിക്കും ഈ പേരെങ്ങനെയായിരുന്നു? റീന, എൻ്റെ പേര് റീന. ശരിക്കും ഞങ്ങൾക്കാണ് ഏറ്റവും ഈ ഫിലിം ഞങ്ങൾക്കായിരിക്കും ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്നത്. ബിക്കോസ് ഞങ്ങളും അതിലോട്ട് വീഴുവാണല്ലോ. ഞങ്ങൾ ഇൻവൈറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഭാവന മാം ഇവിടെ ഉണ്ട്. അതൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കണ്ടപ്പം തന്നെ എൻ്റെ ചെറുപ്പക്കാലത്ത് കണ്ട ഒരു പടം സ്വപ്നക്കൂട്, അത് ഒത്തിരി കോമഡി സീൻസ് ഉണ്ട് അതിൻ്റെ അകത്തിൽ. ഞാനിപ്പം കൊച്ചിൻ ഹനീഫ പറ്റി ഒന്ന് പെട്ടെന്ന് ഓർത്ത്, മറ്റേ സലീം കുമാർ സാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഓർത്തത്. മാമിന് കൊച്ചിൻ ഹനീഫയുടെ ഉള്ള ചില ഓർമ്മകൾ ഒന്ന് വിശേഷിപ്പിക്കാവും? ഹനീഫ് കടയോട് ഞാൻ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ് അദ്ദേഹം. പക്ഷെ ഒരുപാട് കോമഡീസും ഒക്കെ പറയുന്ന ഒരാളായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ അടുത്തിരുന്ന് സംസാരിക്കും. ഓഫ്കോഴ്സ് ഒരുപാട് കോമഡി പറയുന്ന ഒരാളാണ്, പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും പറയുന്ന ഒരാളാണ് ഹനീഫ് ക. സോ ഹനീഫ് കയുടെ കൂടെ ചിലപ്പോൾ സിമ്പിളായിട്ടായിരിക്കും എന്തെങ്കിലും പറഞ്ഞു പോകാം. നമ്മൾ അപ്പോൾ ചിലപ്പോൾ കാര്യമായിട്ട് എടുക്കില്ല, പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും ഹനീഫ് ക പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹനീഫ് ക എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, ഇപ്പം ഞാൻ കൊച്ചിൻ ഹനീഫ, ഞാൻ റൈറ്ററാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ടറാണ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പെട്ടെന്ന് നാളെ മരിച്ചു പോയാൽ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും അന്ന് ഞാൻ ഹി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. പക്ഷെ പിന്നെ നമ്മളത് ആലോചിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണോ അത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഒരു 24 hours 48 hours ചിലപ്പോൾ സംസാരിക്കുകയൊക്കെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. സോ അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാം. അതുകൊണ്ട് ഓരോ ഇതും നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക. അങ്ങനെയൊക്കെ ഹനീഫ് ഖാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ 4th പഠിക്കുമ്പോൾ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു അടിപൊളി കവിത. അപ്പോൾ അത് ഹനീഫ് ഖാൻ ഒരു പ്രാവശ്യം എൻ്റെ അമ്മയുടെ അടുത്ത് എന്തോ സംസാരിച്ചിട്ട് ആ കവിത കാണാപ്പാടം ഇരുന്ന് പഠിച്ച്, പിന്നെ പല സ്ഥലത്തും പോയി അത് പാടി പറഞ്ഞ് എന്നെ കുറച്ച് നാണം കെടുത്തിട്ടും കൂടിയുണ്ട്.
അവിടുന്ന് ഏതൊക്കെയൊക്കെയോ ലൊക്കേഷൻ എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും അതിൻ്റെ പൂച്ചക്കവിതയുടെ മറ്റേ 3ാമത്തെ വരി എന്തായിരുന്നോ അത് പറഞ്ഞാൽ അതിപ്പോൾ ഞാനും പിന്നെ മനോജും കൂടി ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ട്യൂൺ ചെയ്യുക, അതിന് സംഗീതം പകർന്നു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികൾ നടത്തിയിട്ട് അങ്ങനെ ഓർമ്മിക്കാൻ പറ്റാവുന്ന കുറേ നല്ല നല്ല മെമ്മറീസ് എനിക്ക് ഹനീഫ്ക്കയുടെ കൂടെ. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻസ്.